മറന്നുപോയതായിരിക്കും. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ. മറ്റേ തിയേറ്റർ ബിസിനസ് ഒക്കെ ഉള്ള. ഓ, ഇപ്പൊ മനസ്സിലായി. അച്ഛനാ അദ്ദേഹത്തിന് തിയേറ്ററൊക്കെ മേടിച്ചു കൊടുത്തേ. അയാളെ നീ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ഞാനല്ല, രാജീവ് സാർ അദ്ദേഹത്തെ കണ്ടുപിടിച്ചേ. അദ്ദേഹം വഴിയാ നമ്മുടെ ഈ കേസ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയാൾ സമ്മതിച്ചോ? ആ പെൻഡ്രൈവിലുള്ള കാര്യങ്ങള് രാജീവ് സാർ അദ്ദേഹത്തെ കാണിച്ചിരുന്നു. അത് കണ്ടപ്പോഴാ അദ്ദേഹത്തിന് കൂടെ നിൽക്കാന്ന് സമ്മതിച്ചത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ നിന്നു കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം അവര് ചെയ്തോളും. നമ്മളിവിടെ മാക്സിമം അവന്തിയെ സപ്പോർട്ട് ചെയ്യുക, ഒന്നും അറിയാത്ത പോലെ പെരുമാറുക. എല്ലാം ഉള്ളി വെച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ എനിക്ക് പലപ്പോഴും പറ്റുന്നില്ല. എന്റെ അച്ഛനെ കൊന്നവള് എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ പലപ്പോഴും എനിക്ക് നിയന്ത്രണം വിട്ടുപോവുക. അമ്മ വെറുതെ എടുത്ത് ചാടാൻ നിൽക്കണ്ട. അച്ഛനെ ഇല്ലാതെ ഇവര് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ ലക്ഷ്യത്തിലേക്ക് കടന്നോണ്ടിരിക്കുക. അതിനിടയ്ക്ക് അമ്മ അരുതാത്തതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും നിൽക്കണ്ട. അടുത്ത ദിവസം മുതൽ ഞാൻ കൂടുതൽ സമയം ഓഫീസിലായിരിക്കും. ചില ഡോക്യുമെന്റ്സ് ഇനിയും അവിടെ നിന്ന് എടുക്കാനുണ്ട്. അമ്മ ആ മൂർത്തി ഒന്ന് ശ്രദ്ധിച്ചോണം. അയാൾ വളരെ ഡേഞ്ചറസാ. എനിക്ക് അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അവനാ അനിരുദ്ധേട്ടനെ കൊല്ലാൻ അവൾക്കൊപ്പം കൂട്ടുനിന്നത്. ഗൗരി കാരണോ സച്ചിങ്കൾ എന്നോട് മിണ്ടാത്തത്? ഇവൾക്ക് സച്ചിയോടുള്ള അടുപ്പം ഇനിയും പോയില്ലേ? സച്ചിയേട്ടനോട് ചിപ്പിക്ക് ഇത്രയും അടുപ്പമുണ്ടോ? അങ്കിള് മോളോട് മിണ്ടിയില്ലാന്ന് കരുതി മോളെന്തിനാ ഗൗരി മോളോട് മിണ്ടാതിരിക്കുന്നെ? ഗൗരി മോളുടെ കൂട്ടുകാരിയല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. സച്ചിങ്ങൾ എന്നോട് മിണ്ടിയതിനാ ചിപ്പി എന്നോട് പിണങ്ങിയത്. രണ്ടുപേരും ഇങ്ങ് വന്നേ. ചെല്ല്. സച്ചിയങ്കിള് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുകാരികളുടെ അച്ഛനല്ലേ? ഓ, അപ്പൊ സ്വന്തം ഭർത്താവാണെന്ന കാര്യം ഇവളിപ്പോഴും ഓർക്കുന്നില്ല. ഭാഗ്യം. ആരുടെ കാര്യത്തിലായാലും തമ്മിൽ തമ്മിൽ നിങ്ങൾ ഇങ്ങനെ പിണങ്ങരുത്. രണ്ടുപേരും കൈ കൊടുത്തേ. കൈ കൊടുക്ക്. കൈ കൊടുക്കുന്നേ. ഇപ്പൊ രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറിയില്ലേ? കൂട്ടുകാരികൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നതേ അത്ര നല്ലതല്ല. നല്ല ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയ ഒരു ബന്ധവും ഈ ലോകത്തില്ല. നിങ്ങൾ എന്നും നല്ല കൂട്ടുകാരികളായിരിക്കണം. ഇനി ഞാൻ ഗൗരിയോട് പിണങ്ങത്തില്ല. ഞാനും. എന്നാ നമുക്ക് പോയി കളിക്കാം. വാ. ഹലോ വക്കീലെ, ഒരു മിനിറ്റ്. സമൃദ്ധ ഇരിക്കേ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. നാളെ തന്നെ പുനരന്വേഷണത്തിനുള്ള കേസ് കോടതിയിൽ സമർപ്പിക്കും, എല്ലാ തെളിവുകളോടെയും. ഇവളെ ചുരുട്ടിക്കൂട്ടി വെളി കളയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. കോടതിയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇനി ഇതിനകത്ത് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇതുവരെയും അവധിക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെന്ന് മാത്രമല്ല, എന്നെ ഇപ്പൊ കുറച്ചുകൂടി വിശ്വാസമാണ്. നന്നായി. ആ
വിശ്വാസം നിലനിർത്തണം അവസാന നിമിഷം വരെ. ഉം. അങ്കിൾ അങ്കിൾ എന്തിനാ എന്റെ അമ്മ അർച്ചന എന്ന് വിളിക്കുന്നേ? എന്റെ അമ്മയുടെ പേര് സമൃദ്ധ എന്നാ. മിസ്സസ് സമൃദ്ധ ഗോകുൽ. നീ ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ആ കൊച്ചു പറഞ്ഞാൽ എന്താ തെറ്റ്? അതിനച്ഛനായിട്ട് ഗോകുൽ സാറിനല്ലേ അറിയൂ. സച്ചി ഈ കാര്യത്തിൽ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കണം. എടുത്തുചാട്ടമല്ല, വിവേകമാ വേണ്ടത്. ഓർമ്മ തിരിച്ചിട്ടാതെ അർച്ചന എങ്ങനെ നിന്റെ കൂടെ നിൽക്കും? അതുകൊണ്ടാ ഇങ്ങനെ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് കോടതി പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. നിയമപ്രകാരം അവൾ എന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? അത് ഏത് കോടതി സമ്മതിക്കും? നിയമപരമായി പിടിച്ചു നിർത്തിയാൽ തന്നെ അർച്ചനയുടെ മനസ്സിൽ ആർക്കായിരിക്കും സ്ഥാനം? ഗോകുൽ സാറിനോ അതോ സച്ചിക്കോ? അപ്പോ കോടതി നിയമമൊന്നും എന്റെ രക്ഷയ്ക്ക് വരില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നേ? സച്ചി, നിയമം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. നിയമത്തിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അർച്ചന എന്റെ ഭാര്യയാണെന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടല്ലോ. എനിക്ക് അത് നോക്കിയ പോരെ? ആ തെളിവുകളൊന്നും ഇപ്പൊ കോടതി അംഗീകരിക്കണമെന്നില്ല.